വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് ഉൾപ്പെടുത്തിയ 2026 ധനബിൽ പാസാക്കി നിയമസഭ. ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ ചർച്ച കൂടാതെ ഒളിച്ചു കടത്തുകയാണെന്നും വൻ അഴിമതിയുടെ തുടക്കമാണെന്നും ആരോപിച്ച് പ്രതിപക്ഷം സഭാ നടപടികൾ ബഹിഷ്കരിച്ചു. എന്നാൽ കാര്യോപദേശക സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ബില്ല് അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശനും സഭയെ അറിയിച്ചു. വീര്യം കുറഞ്ഞ മദ്യത്തിന്റേതുൾപ്പെടെ വിവാദമായ ബജറ്റിലെ നിർദ്ദേശങ്ങൾ ഉൾപ്പെട്ട ധനവിനിയോഗ ബില്ലാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ സഭയിൽ അവതരിപ്പിച്ചത്. ബിൽ അവതരിപ്പിച്ചപ്പോൾ തന്നെ ഇടതുപക്ഷത്തു നിന്നും KN ബാലഗോപാൽ ക്രമപ്രശ്നം ഉന്നയിച്ച് രംഗത്തെത്തി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ച ബജറ്റ് വിവാദ നിർദ്ദേശങ്ങൾ ഉൾപ്പെട്ട ബിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെയാണ് പാസ്സാക്കാൻ പോകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. സഭയുടെ എല്ലാ അവകാശങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ബിൽ അവതരിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സബ്ജക്ട് കമ്മിറ്റി ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം സബ്ജക്ട് കമ്മിറ്റി ചർച്ച ചെയ്യാതെ സാധാരണ എന്തെങ്കിലും വന്നിട്ടുണ്ട് സാർ. അപ്പൊ സബ്ജക്ട് കമ്മിറ്റിക്ക് പോലും സമയം കണ്ടെത്താതെ ഇവിടെ ഇങ്ങനൊരു ഫിനാൻസ് ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത് വാസ്തവത്തിൽ നിയമസഭയുടെ എല്ലാ അവകാശങ്ങളെയും എടുക്കുന്ന ചർച്ചകൾ അനുവദിക്കാത്ത, ചർച്ച വേണ്ട എന്നൊരു സമീപനത്തിന്റെ ഭാഗമാണ് സാർ. അതൊരു പുതിയ ഗവൺമെന്റ് വരുമ്പോൾ ആ ഗവൺമെന്റിന്റെ എക്സൈസ് നയം UDFന്റെ നയം ആ നയത്തിന് വ്യത്യസ്തമായി വരുന്നു. ക്യാബിനറ്റ് ചർച്ച ചെയ്യേണ്ടതാണ്, റേറ്റ് ചർച്ച ചെയ്യേണ്ട സാർ. റേറ്റ് ചർച്ച ചെയ്യണ്ട, പക്ഷേ നയം ചർച്ച ചെയ്യണം സാർ. ഫെബ്രുവരി 24 സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെയാണ് LDF സർക്കാർ ധനബിൽ അവതരിപ്പിച്ചത്. ജൂൺ 23 നടന്ന കാര്യോപദേശക സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ബിൽ അവതരിപ്പിച്ചതെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കി. 2026 ജൂൺ 24 സഭ അംഗീകരിച്ച കാര്യോപദേശക സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ധനകാര്യ ബിൽ സഭയിൽ അവതരിപ്പിച്ച് പരിഗണനയ്ക്ക് എടുക്കുന്നത്. BSc കാര്യോപദേശക സമിതി റിപ്പോർട്ട് സഭ അംഗീകരിക്കുന്ന അവസരത്തിൽ യാതൊരു ഭേദഗതി നിർദ്ദേശവും ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ചിട്ടില്ല. അതേസമയം ബിൽ ചർച്ച കൂടാതെ ഒളിച്ചു കടത്താനാണ് ശ്രമമെന്നും വലിയ മദ്യകമ്പനികൾക്ക് മദ്യമൊഴുക്കാനുള്ള സാഹചര്യം ഒരുക്കുകയാണെന്നും കർഷക താൽപര്യം അട്ടിമറിച്ചതായും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. തുടർന്ന് പ്രതിപക്ഷം സഭാ നടപടികൾ ബഹിഷ്കരിച്ചു. ഇതാണ് ഇപ്പോൾ അട്ടിമറിച്ച് നമ്മുടെ രാജ്യത്തെ വലിയ മദ്യ കമ്പനികൾക്ക് ഇവിടെ ഇഷ്ടം പോലെ മദ്യമൊഴുക്കാനുള്ള അവസരമൊരുക്കുന്നു. ഇതിനോട് ഒരു തരത്തിലും യോജിച്ചു പോകാൻ ഞങ്ങൾക്കാവില്ല. ഈ നടപടിയോട് പൂർണ്ണ വിയോജിപ്പാണ്. ഞങ്ങൾ ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ ഘട്ടത്തിൽ ബഹിഷ്കരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് 2026 കേരള ധനകാര്യ 3-ാം നമ്പർ ബിൽ അവതരിപ്പിക്കാവുന്നതാണ്. ബില്ലിന്മേൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം സ്പീക്കർ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച 2026 ധനബിൽ പാസാക്കി. പിന്തുണയ്ക്കേണ്ടതാണ്. ഇനി 2026 കേരള ധനകാര്യ 3-ാം നമ്പർ ബിൽ പാസാക്കണമെന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപ സഭ അംഗീകരിച്ചിരിക്കുന്നു. ബില്ല് പാസ്സായിരിക്കുന്നു. അതേസമയം BJP അംഗങ്ങളായ BB ഗോപകുമാറും V മുരളീധരനും ബില്ലിനെ എതിർത്തു. മദ്യനയത്തിലെ സാമ്പത്തിക ഇടപാടില് ആർക്കാണ് കൂടുതൽ ലഭിച്ചത് എന്ന സമയത്ത് തർക്കമാണ്. LDF ഇറങ്ങിപ്പോയി. ഒരു കാര്യം വ്യക്തമാക്കേണ്ടത്, ഭരണകക്ഷി വ്യക്തമാക്കേണ്ടത്, ഈ ഇടപാടിൽ എത്രയാണ് സാമ്പത്തിക നേട്ടം ഉണ്ടായത്. ഇപ്പുറത്ത് LDFന് വല്ല കുറവും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കുറവ് പരിഹരിച്ചു കൊടുക്കണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.